കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നെന്മാറയിൽ നടന്നു. കേബിൾ ഓപ്പറേറ്റർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി സംഘടിപ്പിച്ച സമ്മേളനം പ്രസ്ഥാനത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായി. നെന്മാറ ജ്യോതിസ് റെസിഡൻസിയിലെ രൂപേഷ് നഗറിൽ രാവിലെ പതാകയുയർത്തലോടെയാണ് ജില്ലാ സമ്മേളനത്തിന് സമാരംഭമായത്. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് വൈദ്യുതി പോസ്റ്റുകളിൽ കേബിൾ വലിക്കുന്നതിന് പോസ്റ്റ് ഒന്നിന് 100 രൂപ എന്ന കോടതി വിധി പോലും നടപ്പാക്കാൻ വൈദ്യുതി വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വൈദ്യുതി ബോർഡിലെ ഉന്നത തസ്തികകളിലിരിക്കുന്നവർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലെന്ന് പറയുന്ന വകുപ്പ് മന്ത്രി ആ പണം സാധാരണക്കാരുടെ കീശയിൽ നിന്നാണ് വരുന്നതെന്ന് ഓർക്കണമെന്ന് പ്രവീൺ മോഹൻ ഓർമ്മിപ്പിച്ചു. AC മുറികളിൽ, ശീതീകരിച്ച മുറികളിൽ ഒരു പണിയും ചെയ്യാതിരുന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും ആനുകൂല്യം വാങ്ങുന്നവരുടെ താല്പര്യങ്ങൾ മാത്രം നോക്കുന്ന വൈദ്യുതി ബോർഡ്, വകുപ്പ്, അതിനൊത്താശ പാടുന്ന കുറെ ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ താല്പര്യങ്ങൾക്ക് മാത്രമാണ് ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും മന്ത്രി അടക്കമുള്ളവരും വില കൊടുക്കുന്നുള്ളൂ. എന്ന് മന്ത്രിയെ കണ്ട് നിവേദനം നൽകിയാലും അദ്ദേഹത്തിന്റെ ഒരേ ഒരു ആവശ്യം, ഒരേ ഒരു കാര്യം ശമ്പളം കൊടുക്കണ്ടേ എന്ന് മാത്രമാണ്. അദ്ദേഹത്തിന് ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ശമ്പളം കൊടുക്കണം. അല്ലാതെ ഈ ശമ്പളം കൊടുക്കാനുള്ള പണം ഈ നാട്ടിലെ സാധാരണ ജനം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാനുള്ള സമയവും നേരവും ഒന്നും വകുപ്പ് മന്ത്രിക്കുമില്ല, ഉദ്യോഗസ്ഥന്മാർക്കുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ നയം വൈദ്യുതി പോസ്റ്റുകളിൽ ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കുന്ന സേവനത്തിന് 100 രൂപ എന്നുള്ള നിരക്ക്, ആ നിരക്ക് കേരളത്തിലെ കേബിൾ TV സമൂഹത്തിനും അവകാശപ്പെട്ടതാണ് എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. തീർച്ചയായും നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയൊരു തലവേദന, നമ്മൾ വർഷങ്ങളായി നടത്തിയിരുന്ന വലിയൊരു തലവേദനയ്ക്ക് ഒരു ശാശ്വത പരിഹാരമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ ഡിവിഷൻ ബെഞ്ചിൽ പോകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും നമ്മളും അപ്പീൽ പോകും. ഇനി സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ പോകേണ്ടി വന്നാലും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഏതറ്റം വരവും പോകും എന്നുകൂടി നിങ്ങളെ ഞാൻ ഈ വിഷയത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ കേബിൾ സ്ഥാപിക്കുന്നതിന് വൈദ്യുതി പോസ്റ്റിന് 100 രൂപ മാത്രമാണ് ഈടാക്കുന്നതെങ്കിൽ കേരളത്തിലത് നഗരമേഖലയിൽ 400 രൂപയും ഗ്രാമീണ മേഖലയിൽ 200 രൂപയുമാണ്. ചില സംസ്ഥാനങ്ങൾ സൗജന്യമായി അനുവദിക്കുന്നുമുണ്ട്. കേരളത്തിലും ഇത് സൗജന്യമാക്കണമെന്ന് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ COA ജില്ലാ പ്രസിഡന്റ് MG രാജശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി H സിദ്ദിഖ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ബാബു സാമ്പത്തിക റിപ്പോർട്ടും K അഭിലാഷ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. UBBL MD V മണികണ്ഠൻ കമ്പനി റിപ്പോർട്ടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര സംഘടനാ റിപ്പോർട്ടും ജില്ലാ ജോയിന്റ് സെക്രട്ടറി S പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ, KCCL MD PP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജിതേഷ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന സമ്മേളനം മലപ്പുറം തിരൂരിൽ മാർച്ച് 28 മുതൽ 30 വരെയാണ് നടക്കുക. UTV ന്യൂസ്, പാലക്കാട്.